ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ ഫ്രെയിം ബോട്ടിൽ ആർട്ട് പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കാറുണ്ട്. പിന്നെ തോന്നി ഈ ഒരു വർക്ക് കാണിക്കുകയാണെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശയങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുപ്പികളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരട്ടെ എന്ന് വെച്ചിട്ട് നമ്മളിത് ബ്ലാക്ക് ഡോഗ് എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കണത്. ഇതിൻ്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ച് നമ്മളത് കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ബോട്ടിൽ വർക്ക് നമുക്ക് ലുക്കാക്കി എടുക്കണമെങ്കിൽ ഇതേ നമ്മൾ ആദ്യം ഇവിടെ ബട്ടർ ഷീറ്റിൽ കുറച്ച് സ്ക്രിബിളൊക്കെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്രിബിളല്ല, 2 ഇമേജുകളാണ് നമ്മൾ ട്രേസ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഈ ഇമേജ് തന്നെ ചെയ്യണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യമായതുകൊണ്ട് ഞാനത് ആ തരത്തിലുള്ള ഇമേജുകൾ എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇമേജുകൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേ നേരത്തെ കാണിച്ച ആ ചട്ടയുടെ മുകളിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതിലേക്ക് ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടർ ഷീറ്റും ഈ ഒരു ഇമേജൊക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ ഇനി കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ട്രേസ് എടുത്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കത്രിയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആകെ മാറിപ്പോകണതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് ഒരു മാതാവിൻ്റെയും സണ്ണിൻ്റെയും ഇമേജാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ ആ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡിലേക്കും കൂടി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ മദർ തെരേസയുടെ കുറച്ചല്ല ഒരു ഇമേജാണ് നമ്മളിവിടെ വരച്ചേക്കണത്. അപ്പോൾ ഇതും നല്ല നീറ്റായിട്ട് തന്നെ സൈഡ് കട്ട് ചെയ്തെടുക്കണം. ഒരു 3D ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കട്ടിയുള്ള ചട്ടയിൽ ഇത് വരച്ചിട്ട് കട്ട് ചെയ്യണത്. അപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം. എന്തായാലും ഞാനിവിടെ ഈ ഒരു സംഭവം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ആ ബേസിക് ഷേപ്പ് കിട്ടണമെന്നുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവിടെ ഒരു ഓട്ട വന്നേക്കണേന്ന് മാതാവിൻ്റെയും സണ്ണിൻ്റെയും ഇടയിൽ. അപ്പോൾ ആ ഒരു ഓട്ടം നമുക്ക് ഒരു ആവശ്യമുണ്ട്. അതെന്താണെന്നുള്ളത് വഴിയെ മനസ്സിലാവും. നമുക്ക് ആ ഒരു ഓട്ടം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ഐസ്ക്രീം ബോളാണ് യൂസ് ചെയ്തേക്കണത്. ഐസ്ക്രീം ബോളല്ല, അതിൻ്റെ ആ മൂടിയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഈ ഐസ്ക്രീം ബോൾ വെച്ചിട്ട് തന്നെ ബാക്കി ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത പോർഷനൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ക്യാപ്പ് കിട്ടുകയാണെങ്കിൽ അതാവും കുറച്ചും കൂടി നല്ലത്. ഞാനിത് എടുത്തു എന്ന് മാത്രം. അല്ല, നിങ്ങളിപ്പോൾ ഈ വർക്ക് ചെയ്യണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് ഇമേജ് എന്താ വെച്ചെങ്കിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ പർപ്പസ് ഇതായിരുന്നു, ഈ രീതിയിൽ ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അലങ്കോലപ്പണികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 ആർച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഈ ഒരു പോർഷനിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ കട്ടി കുറഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചട്ടക്കടലാസ്, നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം, അതും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ആർച്ചിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസും കട്ട് ചെയ്തു. അത് ആ ബോട്ടിലിൻ്റെ സൈഡിൻ്റെ വലിപ്പം, ബോട്ടിലിൻ്റെ ആ സൈഡിനനുസരിച്ചിട്ടാണ് ഞാൻ ആ ഒരു അളവിലാണ് അത് കട്ട് ചെയ്തെടുത്തേക്കണത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ക്യാപ്പിൻ്റെ പൊസിഷൻ, അതുപോലെ നെക്കിൻ്റെ പൊസിഷനിൽ 2 റിങ് നമ്മൾ ചട്ടക്കടലാസ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടോട്ടൽ നമ്മുടെ ചട്ടപ്പരിപാടികളൊക്കെ ഉപയോഗിച്ച് ചെയ്തേക്കണേ. ഇപ്പോൾ ചിലർ കമൻറ്റ് ഇടാൻ സാധ്യത ഉണ്ട്, ചട്ടയാണ് ഇവൻ്റെ മെയിൻ എന്നുള്ളത്. കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ കുറേ ചെയ്തേക്കണത്. അതുപോലെ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെഡിക്കൽ സ്ട്രിപ്പ്. ഇതൊക്കെ നമ്മൾ മുമ്പ് മീൻസ് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ കടുക് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പ്രിസർവ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എത്ര കാലം വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പരിപ്പിനും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവും, ഇതൊക്കെ പോവില്ലേ എന്ന്. നല്ല രീതിക്ക് പ്രിസർവ് ചെയ്യുകയാണ്. ഒരു 2 കോട്ട് പെയിൻറ്റൊക്കെ ഇതുമ്പോൾ അടിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നാശാവില്ല, കുറേ കാലം നല്ല രീതിക്ക് തന്നെ നിൽക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മെഡിക്കൽ സ്ട്രിപ്പിൻ്റെ ആ ഒരു പോർഷൻസും പിന്നെ കടുകും പരിപ്പും അങ്ങനെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അറേഞ്ച് ചെയ്യാം. ഞാൻ ഈ രീതിയിലാണ് ചെയ്തേക്കണത്. പിന്നെ നമുക്കിത് ഈ ഒരു പോർഷനിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പും കൂടി ചെയ്യണം. അതായത് ഒരു ഷീറ്റ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേപ്പറിൻ്റെ ഷീറ്റിൽ നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ പോർഷനിൽ നേരത്തെ കാണിച്ച ആ ഒരു സൈഡുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ പരിപാടികൾ ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ കൂടി എനിക്കിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഈ ഒരു പോർഷൻ കുറച്ച് ഫില്ലായിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു തെർമോക്കോൾ മണി ഇത് വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായി ഇവിടെ ഇരിക്കുന്നു. ചീപ്പ് റേറ്റിൽ കിട്ടിയപ്പോൾ വാങ്ങി കൂട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ കുറേ പോർഷനിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തു. ആ ഇമേജുകളുടെ മുകളിൽ വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇനി അക്രിലിക് കളറുകൾ ഉപയോഗിച്ചിട്ട്
കളർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള കളറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്ത കളറുകൾ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കും. പിന്നെ ഈ ഒരു കളറ് നമ്മുടെ ഫേസിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്കിൻ ടോൺ കളറാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങി വെച്ചാൽ നമുക്കിതുപോലെ കുറേ വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ നമ്മൾ കളറുകളൊക്കെ ഏകദേശം ശരിയാക്കിയിട്ടുണ്ട്. ബോട്ടിലിൻ്റെ കളറുകൾ ഒരു റെഡ് ബ്ലൂ കോമ്പിനേഷനാണ്, ഞാൻ ഡാർക്ക് റെഡും ബ്ലൂവും കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ കളർ ഫില്ല് ചെയ്തിട്ടില്ല, അവിടെ നമുക്ക് ഡാർക്ക് ബ്ലൂ റെഡ് മിക്സ് ചെയ്തിട്ടൊരു വയലറ്റ് പോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ മദർ തെരേസയുടെയും കുട്ടികളുടെയും ഭാഗമൊക്കെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കളറുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നോക്കുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടാവും എല്ലാ ഏരിയയും കാണുന്നുണ്ടാവുക. വേറൊന്നുമല്ല, മഴക്കാറ് കാരണം നമ്മുടെ റൂമിൽ ലൈറ്റൊക്കെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണമാണ് വീഡിയോസ് കുറച്ച് ഡിലേ ആവണത്. അതുപോലെ നമ്മളിത് ഈ ഒരു പോർഷനിൽ കുറച്ച് ഗോൾഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോഞ്ചാണ് യൂസ് ചെയ്തത്. അതായത് ആ സ്പോഞ്ചിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടണമെന്ന് എനിക്ക് തോന്നിയ കാരണം ആ ഹാർട്ട് ഷേപ്പിൽ മാത്രം നമ്മൾ കുറച്ച് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് കൊടുത്തു. ബാക്കി പോർഷനിലൊക്കെ ഇനി നമ്മൾ ഡയറക്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മളിവിടെ ബ്ലൂവും റെഡും, ഈ സൈഡിലിരിക്കുന്ന 2 കുപ്പികളില്ലേ, റെഡും ബ്ലൂവും, അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഈ പോർഷനിൽ ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുക, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കളർ, ഗോൾഡ് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പഴയ സാധനങ്ങൾ ഞാൻ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നതാണ്. നമ്മുടെ ആർട്ട് ഷോപ്പല്ല, സ്റ്റേഷനറി ഷോപ്പിൽ പോയാലും നമുക്ക് ഇതുപോലത്തെയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ പണ്ടെപ്പോഴോ വാങ്ങി വെച്ച സാധനങ്ങളാണ്. ക്രിബ് ഉണ്ടാക്കുന്ന ടൈമിലും അങ്ങനത്തെ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടി തട്ടിക്കൂട്ട് പരിപാടികൾക്ക് വേണ്ടി വാങ്ങി വെച്ച ത്രെഡും കാര്യങ്ങളൊക്കെയാണ്. ഈ ഗോൾഡൻ ത്രെഡ് അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു യൂസ് കറക്റ്റായിട്ട് വന്നു തുടങ്ങിയത്. അന്ന് എന്തോ ഒരു സംഭവം കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ ഈ ഒരു റിബൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു തിളക്കമൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇതും നമുക്ക് അതുപോലെ മുമ്പ് വാങ്ങിച്ച് വെച്ചത് ഇപ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ മെറ്റീരിയലുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ കുറേ പേർക്ക് അറിയുണ്ടാവും. കാരണം ക്രാഫ്റ്റിൽ പുലികളായിട്ടുള്ള കുറേ പേരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസും ഉണ്ട്. നമുക്കിതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ബോട്ടിലിനെ കുട്ടപ്പനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യണതിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല, മഴക്കാറ് കാരണം തീരെ ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ ചെയ്ത് സെറ്റ് ആക്കിയേക്കണത്. ഗോൾഡ് കളറൊക്കെ യൂസ് ചെയ്തു, അതുപോലെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബേസിക് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയേക്കണത്. അപ്പോൾ ഇതിൻ്റെ കുറേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ യൂസ് ചെയ്തതാണെന്ന് അറിയാം. എങ്കിലും ഇതൊക്കെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ വർക്ക് ചെയ്ത് നോക്കുക. വർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടിയും ടാഗ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, നമ്മൾ ആ ഒരു ബോളിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തേക്കണത് ഭൂമിയിലെ ഒരു മാതൃകയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ പൊസിഷനിൽ കുറച്ച് ഫ്ലോറൽ പ്രിൻറ്റ് ഡിസൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ലാസ്റ്റ് ഈ ഒരു പൊസിഷനിൽ പറയാമെന്ന് വെച്ചത്.